അങ്ങനെ ആ മുത്തശ്ശിക്ക് ഇവളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ കൊച്ചുമകനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളാണെങ്കിൽ തനിക്ക് അതിന് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു. കാരണം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇവളുടെ ബോയ് ഫ്രണ്ട് മറ്റൊരു പെണ്ണിനോടൊപ്പം ബന്ധം വെച്ചിട്ട് ഇവളെ നൈസായിട്ട് പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവൾക്ക് ആരെയും പ്രണയിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ടിവിയിൽ ഒരു ലോയറിനെ കുറിച്ച് പറയുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മുത്തശ്ശിയുടെ കൊച്ചുമകൻ തന്നെയാണ്. പുള്ളി ഒരുപാട് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വലിയൊരു വക്കീലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസ് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ പിടിക്കുന്നു. അപ്പൊ അത് അവിടെയുള്ള സ്റ്റാഫും കാണുന്നുണ്ട്. പുള്ളി ഇങ്ങോട്ടാണല്ലോ ജോലിക്ക് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. പക്ഷെ വ്യക്തമായിട്ട് ഹീറോയുടെ മുഖം കാണുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശ ടിവി ഓഫ് ചെയ്യുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മറ്റൊരു വേഷത്തിൽ നമ്മുടെ ഹീറോ എത്തുന്നു. പക്ഷെ അവനെ ആ കോലത്തിൽ കണ്ട് അവിടെ ഉള്ളവർക്കൊന്നും തീരെ മനസ്സിലാവുന്നില്ല. അപ്പോ ഹീറോ അവരോട് എനിക്കൊരു കേസ് ഉണ്ട്, നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കുമോ എന്ന് ഇവരോട് ചോദിക്കുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഇത് കോടീശ്വരന്മാർക്ക് കേസ് വാദിക്കുന്ന ഓഫീസാണ്, നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടോ എടുക്കാൻ, നിങ്ങളെ പോലുള്ളവരുടെ കേസൊന്നും ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഹീറോയിൻ അത് കേട്ട് അവർ പറഞ്ഞത് കാര്യമാക്കണ്ട, നിങ്ങളുടെ കേസ് ഞാൻ എടുത്തോളാം എന്ന് അവനോട് പറയുന്നു. ഇവൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് കൊണ്ട് തന്നെ ഇവനിക്ക് അവളെ നന്നായി ബോധിക്കുന്നു.